ഫിഫിയിൽ നിന്നും പുറപ്പെട്ട എപ്പിസോഡാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്. സോ ഞങ്ങൾ ഫെറിയിൽ കയറി ആൻഡ് ദിസ് ഫെറി വാസ് മച്ച് ബെറ്റർ ദാൻ ഞങ്ങളുടെ പ്രീവിയസ്ലി വന്ന ഫെറി. ആസ് എൻ വെരി നീറ്റ് ആൻഡ് ഈവൻ ഇൻറ്റീരിയേഴ്സ് വെയർ മച്ച് ബെറ്റർ. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലിയൊരു ഫെറി ആയിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉള്ള വ്യൂ ഒക്കെ കുറേയും കൂടി ഒരു ബ്രോഡർ വ്യൂ ആണ് കിട്ടിയത്. ഇനിഷ്യലി ഫെറിയിൽ കയറാൻ പോലും പേടിച്ച് ഞാൻ തന്നെത്താനെ മുകളിലത്തെ ഡെക്സിലൊക്കെ പോയി ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ നമ്മളിപ്പോൾ ഫിഫിന്ന് ഫെറി കയറി ഫുക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുക്കറ്റ് എത്താറായിട്ടുണ്ട്. എത്രയൊക്കെ നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും കടൽ ഒരു വല്ലാത്തൊരു സ്കേറി സംഭവം തന്നെയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ യാത്രയായിരുന്നു ഫുക്കറ്റിലേക്ക് ഫിഫിയിൽ നിന്നും. ഇതിൽ കുറേ ടൈം ഞാനിങ്ങനെ പുറത്തിരുന്ന് തന്നെ വ്യൂസൊക്കെ കണ്ടിട്ടാണ് എൻജോയ് ചെയ്തത് ശരിക്കും ഈ ഫെറി റൈഡ്. ഇറ്റ് വാസ് റിയലി ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആ കാണുന്നതാണ് ഫുക്കറ്റ്. നമ്മൾ അതിൻ്റെ ഡോക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പിയറിലേക്ക് അടുക്കുന്തോറും കടലിൽ നിന്നുള്ള ഒരു വാട്ടർ കളർ ചേഞ്ച് ഒക്കെ അറിയാൻ പറ്റും. ശരിക്കും ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട് അവിടെ. ഇതാണ് ഫുക്കറ്റിലെ റസദ പിയർ. ഇവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ബാങ്കോക്കിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ടുള്ള ക്യാബിൽ കയറിയത്. സോ ഈ ഫെറിയിൽ ഉണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ക്യാബ് പിടിക്കാനുള്ള ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റി. അതിന് വേണ്ടിയിട്ട് വേറെ ക്യൂ നിന്ന് പിയറിൽ നിന്ന് വേറെ വാങ്ങേണ്ടിയൊന്നും വന്നില്ല. റസദ പിയറിൽ നിന്ന് ഞങ്ങൾക്ക് ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണ്ടി വന്നു ക്യാബിൽ തന്നെ. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ അതിൻ്റെയാണ് ഫുക്കറ്റിൽ കൂടെ ഉള്ളൊരു യാത്ര. കുറച്ചൊക്കെ നമ്മുടെ കേരളത്തിന് സിമിലറായിട്ട് തോന്നും. ക്യാബ് റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഗിവൻ ദ റോഡ്സ്, എന്ത് നല്ല റോഡ്സാണ് അവരുടെ. അപ്പോൾ ഓൾ ദാറ്റ് വാസ് ഫൈൻ. ആൻഡ് ക്യാബ് എന്ന് പറയാൻ തന്നെ ഞാൻ അന്ന് ക്രാബിയുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ ടൈപ്പ് വാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്യാബ്. അപ്പോൾ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇപ്പോൾ പാസ് ചെയ്യണ ഈ വണ്ടിയില്ലേ, ദാറ്റ് വാസ് ആർ ക്യാബ്. അതുപോലത്തെ വണ്ടിയാണ് ഞങ്ങളുടെ ക്യാബും. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇതാണ് തായ്ലൻഡിലെ കിങ്ങിൻ്റെ ഫോട്ടോ. സോ ഇത് ഇങ്ങയുടെ ഈ ഫോട്ടോ പലയിടത്തും കണ്ടിട്ടുണ്ട്. വലിയ വലിയ ഹോർഡിങ്സും വലിയ പോസ്റ്റേഴ്സായിട്ട് പല ബിൽഡിങ്സിന് മുമ്പിലുണ്ട്, പല റോഡ് സൈഡ്സിലും ഒരുപാട് സ്ഥലങ്ങളിലായിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വൈഫ് ക്വീനിൻ്റെയും ഉണ്ട്. അങ്ങനെ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫുക്കറ്റ് എയർപോർട്ട് ഞങ്ങൾ എത്തിയേക്കണത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്തത്. ഫുക്കറ്റ് എയർപോർട്ടിൽ ആക്ച്വലി ഞങ്ങൾ ഒരുപാട് നേരത്തെ എത്തി. ഞങ്ങൾക്ക് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. എന്നാലും ഞങ്ങൾ അവിടുത്തെ പല കാഴ്ചകളൊക്കെ കണ്ടത്. ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കാണാൻ തന്നെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിസൈഡ് ചെയ്ത് ഡിന്നറൊക്കെ സെലക്ട് ചെയ്ത് കഴിച്ചിട്ടാണ്
ഞങ്ങൾ പിന്നെ ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. It looks so good. Especially the plain croissants. എയർ ഏഷ്യ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഡ്രിങ്ക് അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു. ഒരു വാട്ടർമെലൺ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് ഡ്രിങ്ക് ആയിരുന്നു. അങ്ങനെ ആ രാത്രി ഞങ്ങൾ ബാങ്കോക്ക് എത്തി. പിറ്റേ ദിവസം നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഞങ്ങൾ ഞങ്ങളുടെ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. നമ്മുടെ ഇവിടുത്തെ സ്വിഗ്ഗി സൊമാറ്റോ പോലെ അവിടെയും ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ അതിൽ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ബുക്ക് ചെയ്ത ഹോട്ടൽ അത് വെരി ഫാർ ഫ്രം ഓൾ ദ പ്ലേസസ് ദാറ്റ് വി വോണ്ടഡ് ടു സീ ഇൻ ബാങ്കോക്ക്. അപ്പോൾ ഡിസ്റ്റൻസ് മാത്രമല്ല, ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എ പ്രോപ്പർ ഹോട്ടൽ പോലെ, ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് വി തോട്ട് വിൽ ഗോ ഇൻ ടു അനദർ ഹോട്ടൽ. പക്ഷേ ബിഫോർ ദാറ്റ് ഓൺ ദ വേ വി ഹാഡ് ഓൾറെഡി പ്ലാൻഡ് ലിറ്റിൽ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പുതിയ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബാങ്കോക്ക് കാഴ്ചകൾ ഓൺ ദ വേ ടു ലിറ്റിൽ ഡ്രാഗൺ. നല്ല ഡിഫറെൻറ്റ് രീതിയിലുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാം ഇവിടെ. ലെഗോ ഷേപ്പിൽ വരെ ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഈ ഓൺ ദ വേ തന്നെ കണ്ടു. ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിലേക്കുള്ള ആദ്യത്തെ ബുക്കിംഗ് ഞങ്ങൾ ചെയ്തത് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഹോട്ടലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൻഡ് ഇറ്റ് കെയിം ഔട്ട് വെരി ചീപ്പ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്, നമുക്ക് അത്രയും ലാഭിക്കാമല്ലോ എന്ന്. അതാണ് പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ഈ ഫേമസ് ആയ ലിറ്റിൽ ഡ്രാഗണിൽ എത്തിച്ചേർന്നു. ആൻഡ് ഇത് കണ്ടോ, നല്ലൊരു പെക്യുലർ ബിൽഡിങ്ങിൻ്റെ മുമ്പിലായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തായ്ലൻഡിൽ കഴിച്ച ഫുഡിൽ പ്രോബബ്ലി ദ ബെസ്റ്റ്, ഏറ്റവും നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവിടുത്തെ. നല്ല ടേസ്റ്റും ആംബിയൻസ് വാസ് ഓൾസോ റിയലി ഗുഡ് ആൻഡ് ദ സർവീസ് ഓൾസോ വാസ് വെരി ഗുഡ്. ഈ ഒരു പാക്കേജിൻ്റെ കൂടെ ഒട്ടും എക്സ്പെൻസീവ് കൂടി അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത്ര നല്ലതായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്. ആഫ്റ്റർ ദിസ് വി ഹെഡഡ് ടു അവർ ന്യൂ ഹോട്ടൽ. ബിൽഡിങ്സ് നോക്കിടാ. Oh my god. What is that? So So look at the buildings, big buildings. What is it? How do you take Complimentary popcorn. How do you take it? ഇതാണ് ബാങ്കോക്കിലെ സുഖുംവിറ്റിലെ ഓക്വുഡ് സ്റ്റുഡിയോസ്. ഞങ്ങൾ അഗോഡ ആപ്പിൽ കണ്ട അതേപോലെ തന്നെയായിരുന്നു. എവ്രിതിങ് വാസ് പെർഫെക്റ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് നല്ലൊരു സ്റ്റേ ആയിരുന്നു ഇവിടുത്തെ. മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേസ് ദാറ്റ് വി ഹാഡ് ഇൻ തായ്ലൻഡ്. റൂമിലത്തെയും ഹോട്ടലിലത്തെയും സൗകര്യങ്ങൾ മാത്രമല്ല, ഈവൻ വിൻഡോന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂ വേറെ ബിൽഡിങ്സ് ആയിരുന്നെങ്കിൽ പോലും ഇറ്റ് വാസ് വെരി ഗുഡ്. എന്നുവെച്ചാൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. ആൻഡ് പെർഫെക്റ്റ്ലി ജസ്റ്റ് ലൈക്ക് ദേ ഹാഡ് ഷോൺ ഇൻ ദ ആപ്പ്. നോട്ട് ഈവൻ 1 second വി റിഗ്രറ്റഡ് ചേഞ്ചിങ് ദ ഹോട്ടൽസ് ടു ദിസ്. അത്ര നല്ലതായിരുന്നു ഇവിടുത്തെ റൂമും സൗകര്യങ്ങളും. ഇങ്ങനെ ഒരു ഡീറ്റെയിൽ കവറേജ് ഫോർ എനി റൂം ഞങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ
ആദ്യമായിട്ടായിരിക്കും പ്രോബ്ലി ഇൻ ദിസ് ഹോട്ടൽ ഞങ്ങൾ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. ബാങ്കോക്കിലെത്തിയത് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം തന്നെ ഷോപ്പിംഗ് ചെയ്യണം എന്നായിരുന്നു. ഇവിടെ ഒരുപാട് നല്ല നല്ല മാർക്കറ്റ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറേ മോൾസ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. സോ എനിവേസ് ഞങ്ങളിവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഈ ഹോട്ടലിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ടു കം ബാക്ക് ടു എ പ്ലേസ് വെയർ ദ ഗുഡ് വൈബ്സ് ആർ ദെയർ, അത് ദിസ് ഹോട്ടൽ റിയലി ഗേവ് ഇറ്റ്. പിന്നെ ഇവർക്ക് ഇങ്ങനൊരു ഷട്ടിൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഷട്ടിൽ സർവീസ് തന്നിരുന്നു. ഏറ്റവും അടുത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ പോയിന്റിലേക്ക്, ഞങ്ങൾക്ക് മെട്രോയിലേക്കൊക്കെ പോകാൻ അവർ എവറി 1 hour ദേ ഹാഡ് ദിസ് ഫെസിലിറ്റി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടാണ്, കാരണം നമുക്ക് അവിടുത്തെ റോഡ്സ് പരിചയമില്ലല്ലോ. അപ്പോൾ ഇറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. നല്ലൊരു സർവീസ് ആയിരുന്നു അവർ തന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് മെട്രോ കയറിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയ മോളിലേക്ക് പോയത്. ദാറ്റ് വാസ് ദ MBK കൺവെൻഷൻ സെൻറ്റർ. പക്ഷേ അവരുടെ മെട്രോ സ്റ്റേഷൻ തന്നെ വേറെ ലെവലാണ്. പല തരത്തിലുള്ള കടകൾ തന്നെ അവിടെ ഉണ്ട്, ATM ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു മെട്രോ സ്റ്റേഷനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത് ഞങ്ങൾ പല പോയിൻറ്റ്സിൽ നിന്ന് കയറിയ സ്റ്റേഷനിലും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയത്. അമ്മ ഇത് പാവമാണോ? ഇല്ല. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ കുറച്ച് പാർട്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ അതിൻ്റെ റെയിൽ പാർട്ടിലേക്ക് പോയി മെട്രോ കയറാനായിട്ട്. There's a near the exit. ഇതാണ് MBK സെൻറ്റർ. These are mango? Yeah, baby mango. Oh, Sweet, huh? നല്ല രസമുള്ള. അമ്മ കട്ടൽ. What is this? Pomelo. 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 Big orange. Yeah. അമ്മ കട്ടൽ. ഞാൻ റീലിൽ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലെ സാധനങ്ങളുണ്ട് ഈ MBK സെൻറ്ററിൽ. പല പ്രൈസസിലും ഉണ്ട്, പല ഫ്ലോർസിലായിട്ടും ഉണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ബേസ്മെൻറ്റ് ഫ്ലോറിലോ മറ്റോ ആയിരുന്നു. തപ്പിയെടുത്ത് ചില സ്ഥലത്ത് ബാർഗെയിൻ ചെയ്തും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റോർ ആൻഡ് ആ സ്റ്റോർ നോക്കുന്ന ആൾ. അയാൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഫിക്സ്ഡ് പ്രൈസിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ.
ഒരു കലിനറി പേഴ്സ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ തായ്ലൻഡ് ട്രിപ്പ് വാസ് വെരി വെരി ഗുഡ്. കാരണം അതിപ്പോൾ ഒരു സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് വാസ് സീൻ ഇൻ എ മോൾ, അല്ലെങ്കിൽ പിയറിലെ ഷോപ്സിലാണെങ്കിൽ പോലും നല്ല സൈറ്റ്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് ചട്ടുചക് മാർക്കറ്റിലേക്കാണ്. അതൊരു വീക്കെൻഡ് മാർക്കറ്റാണ്. കാണാം നമുക്ക്. Okay, you have for boy, go okay. Band jumbo for boy, okay. Okay. The fan. Okay, like yes, okay. Like I have, okay. ഇവിടുത്തെ ആൾക്കാർ പൊതുവേ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതോ റീലിലോ വീഡിയോയിലോ വെച്ചിട്ട്. പക്ഷേ ദിസ് പർട്ടിക്കുലർ ഷോപ്പ് ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യൻ വളരെ ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ആൻഡ് ഹീ ട്രീറ്റഡ് അസ് വെരി വെരി വെൽ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും എക്സ്ട്രാ ലാർജ് സൈസസിൻ്റെ കട തപ്പി നടന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കടയെ കണ്ടുള്ളൂ അതിന് പറ്റിയത്. ഉണ്ടായിരുന്നിരിക്കും വേറെയും, പക്ഷേ ദിസ് മാർക്കറ്റ് ഈസ് സോ ബിഗ്. ഫുൾ ഡേ നടന്ന് കണ്ടാൽ പോലും തീരുന്ന എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ കണ്ടതിൽ കുറേയൊക്കെ ഇനിയും പെൻഡിങ് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനത്തെ കുറേ വേറെ കടകളും ഉണ്ടായിരുന്നു. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആയിട്ടാണെങ്കിലും ജ്യൂസസിൻ്റെ ഷോപ്സ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകൾ കലിനറി പോയിൻ്റ് ഓഫ് വ്യൂവിലും നല്ലതായിരുന്നു. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സും ഉണ്ടായിരുന്നു, കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഡേ നിന്നാലും വിശന്ന് പോവില്ല. ആൻഡ് ഇവർക്കൊരു നൈറ്റ് മാർക്കറ്റ് പോലെയും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ ഐക്കോൺ സിയാം മോളിലേക്കാണ് പോയത്. ഞങ്ങളുടെ ലഗേജ് ഉൾപ്പെടെയാണ് പോയത്. കാരണം മോളിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് എയർപോർട്ടിലേക്ക് പോകാനിരിക്കുമായിരുന്നു. പിന്നെ അവിടെ കയറി കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫുഡ്, പക്ഷേ വേറെ പല സാധനങ്ങളും കിട്ടുമായിരുന്നു അവിടെ. ആൻഡ് വി ഹാഡ് ഇനഫ് ടൈം ജസ്റ്റ് ടു എക്സ്പ്ലോർ ഓൺലി ദ ഗ്രൗണ്ട് ഫ്ലോർ. പക്ഷേ ദാറ്റ് മോൾ വാസ് എക്സ്ക്വിസിറ്റ്. അത്ര നല്ലതായിരുന്നു അവിടുത്തെ ഒരു ഇൻറ്റീരിയർ വർക്കും. ഈവൻ എവറി സ്റ്റോൾ ഓർ എവറി ഷോപ്പ് ദേ ഹാഡ് പുട്ട് അപ്പ് ഇൻ ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നല്ല ഭംഗിയായിരുന്നു. ഇതേ കണ്ടോ ഫിഷിൻ്റെ ഷേപ്പിലുള്ള പാൻ കേക്ക്സ് ഒക്കെ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ മോന് പോലും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം. ഒരു ബേക്കറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്കിതൊക്കെ നല്ല കാഴ്ചകളായിരുന്നു. യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ് ഫ്രം ദിസ്. അത് മാത്രമല്ല ദ വേ ദേ ഹാഡ് പാക്കേജ്ഡ് സോ മെനി ഓഫ് ദീസ് ഐറ്റംസ്, അതൊക്കെ വളരെ ഒരു പ്രൊഫഷണൽ രീതിയിലൊക്കെ ചെയ്തതായിട്ട് ഞാൻ പലയിടത്തും കണ്ടായിരുന്നു. സോ നല്ലൊരു പേഴ്സ്പെക്റ്റീവായിരുന്നു ഇങ്ങനത്തെ കുറേ കാഴ്ചകളിൽ നിന്നും.
പിന്നീട് ഞങ്ങൾ ബാങ്കോക്കിലെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. തിരിച്ചു ഞങ്ങളുടെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് പിടിക്കാനായിട്ട്. തായ്ലൻഡ് ട്രിപ്പ് ഓവറോൾ വാസ് സോ ഗുഡ് ദാറ്റ് വി റിയലി ഡിഡ്ന്റ് വോണ്ട് ടു കം ബാക്ക്. പക്ഷേ അറ്റ് ദ സെയിം ടൈം തിരിച്ച് വീട്ടിലെത്തുകയും വേണമല്ലോ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കും ഞങ്ങളിങ്ങനെ കുറേ ലാൻഡ് മാർക്സ് ഒക്കെ കണ്ടു പലയിടത്തുമായിട്ട്. എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്താതെ നമുക്കൊന്ന് നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഹാപ്പിയും സാഡുമായി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു അവിടുന്ന്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ തായ്ലൻഡ് സീരീസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ചെങ്കിലും പോയിൻറ്റ്സ് പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ഇടുക. എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഹെൽപ്പ്. ബൈ.